നമസ്കാരം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് വിദേശ വെണ്ടർമാരിൽ നിന്ന് സഹായം തേടണമെന്ന് അറിയിച്ചിരിക്കുകയാണ് പാർലമെന്ററി പാനൽ. BSNLന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യ പക്വത പ്രാപിക്കുന്നതുവരെയെങ്കിലും വിദേശ കമ്പനികളുടെ സഹായം സ്വീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് പാർലമെന്ററി പാനൽ ബുധനാഴ്ച നൽകിയ ശുപാർശയിൽ പറയുന്നുണ്ട്. നിലവിൽ BSNL 4G വ്യാപനം കാര്യമായി നടത്തിവരികയാണ്. എന്നാൽ BSNL 4G വ്യാപനം നേരിടുന്ന പ്രധാന തടസ്സങ്ങളിലൊന്ന് സാങ്കേതിക വിദ്യ പരീക്ഷിക്കാനും തെളിയിക്കാനും സമയമെടുക്കുന്നു എന്നതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാർലമെന്ററി പാനലിന്റെ നിർദ്ദേശം എത്തിയിട്ടുള്ളത്. BSNL ഇന്ത്യയിലുടനീളം ഇതിനകം 62,000-ത്തിലധികം 4G സൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന റിപ്പോർട്ട് പറയുന്നുണ്ട്. ആകെ 1,00,000 സൈറ്റുകളിൽ 4G എത്തിക്കാനാണ് BSNL ലക്ഷ്യമിട്ടിട്ടുള്ളത്. തദ്ദേശീയമായി വികസിപ്പിച്ച 4G ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ 4G വ്യാപനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ പുറത്തിറക്കുന്നതിന് സ്വന്തമായി സാങ്കേതിക ശേഖരമുള്ള 4 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 5ാമത്തെ രാജ്യമായി മാറാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അത് BSNLലൂടെ സാധ്യമാക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BSNL 4G വ്യാപനത്തിന് ഫണ്ട് അനുവദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. 4G സേവനങ്ങൾ ആരംഭിക്കാൻ തദ്ദേശീയമായി സാങ്കേതിക വിദ്യ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും വിദേശ കമ്പനികളുടെ സഹായം തേടരുത് എന്നുമാണ് സർക്കാർ BSNLനോട് ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്ന് തദ്ദേശീയമായി 4G ടെക്നോളജി വികസിപ്പിക്കാൻ കുറച്ച് സമയമെടുത്തു. ഇത് BSNLന്റെ 4G വ്യാപനം വൈകുന്നതിൽ ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. TCS നേതൃത്വത്തിൽ തേജസ് നെറ്റ്വർക്സും സെന്റർ ഫോർ ഡെവലപ്മെന്റ്സ് ഓഫ് ടെലിമാറ്റിക്സും ഉൾപ്പെടുന്ന കൺസോർഷ്യമാണ് BSNL 4G വ്യാപനത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ തദ്ദേശീയ 4G ടെക്നോളജി വികസിപ്പിച്ചത് സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ്സ് ഓഫ് ടെലിമാറ്റിക്സ് ആണ്. ടെക്നോളജിയുടെ കാര്യത്തിൽ ബഹുമുഖ സമീപനം സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് പാർലമെന്ററി സമിതി BSNLനോട് ഉപദേശിച്ചിട്ടുണ്ട്. അതായത് തദ്ദേശീയമായ 4G ടെക്നോളജി വിന്യസിക്കുന്നത് തുടരുക, എന്നാൽ അതേസമയം തന്നെ വിദേശ കമ്പനികളുടെ ടെക്നോളജിയും ഉപയോഗപ്പെടുത്തുക എന്ന നയമാണ് BSNL സ്വീകരിക്കേണ്ടത് എന്നാണ് പാർലമെന്ററി സമിതി പറയുന്നത്. താൽക്കാലികമായി നേട്ടത്തിനാണെങ്കിലും വിദേശ വെണ്ടർമാരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ BSNLന് പാർലമെന്ററി സമിതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി BSNLന് ഒന്നിലധികം ദുരിതാശ്വാസ പാക്കേജുകൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ദുരിതാശ്വാസ പാക്കേജുകൾക്ക് കീഴിൽ BSNLന് പണത്തേക്കാൾ അധികം ആസ്തികളാണ് നൽകിയിട്ടുള്ളത്. അതായത് BSNLന് കേന്ദ്ര സർക്കാർ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ മൊത്തത്തിലുള്ള പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ പണമായി അനുവദിച്ചിരിക്കുന്നത് 21,000 കോടി രൂപ മാത്രമാണ്. ശേഷിക്കുന്ന മൂല്യം സ്പെക്ട്രം ഉൾപ്പെടുന്ന അസറ്റുകളുടെ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. BSNLനായി 5G സ്പെക്ട്രം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നീക്കിവച്ചിട്ടുമുണ്ട്. അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തോടെ 4G വ്യാപനം പൂർത്തിയാക്കാനും തുടർന്ന് ജൂൺ ജൂലൈ കാലഘട്ടമാകുമ്പോഴേക്കും 5G സേവനങ്ങൾ ആരംഭിക്കാനും BSNL ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചതാണ്. 4G വ്യാപനത്തിന് സമാന്തരമായി തന്നെ 5G അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും BSNL നടത്തി വരികയാണ്.